നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 50 വർഷത്തെ വികസനം മുന്നിൽ കണ്ട് തൃശൂർ ഡെവലപ്മെന്റ് കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് തൃശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളിൽ മുറിവേറ്റത് ഭാരതത്തിന്റെ ആത്മാവിനാണെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ഗാന്ധിജിയുടെ പേര് മാറ്റിയതിൽ മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചു. കുതിരാൻ ഇരട്ടത്തുറന്ന മുഖം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. സ്ഥിതി ഗുരുതരമാകുമെന്ന് അധികൃതർ ഇടപെടണമെന്ന ആവശ്യം. വാർത്തകൾ വിശദമായി. 50 വർഷത്തെ വികസനം മുന്നിൽ കണ്ട് തൃശൂർ ഡെവലപ്മെന്റ് കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ. തൃശൂർ പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മേയർ നിജി ജസ്റ്റിനും ഡെപ്യൂട്ടി മേയർ പി പ്രസാദും. കോർപ്പറേഷന്റെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കും. നഗരത്തിലെ തകർന്ന റോഡുകൾ അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കുമെന്നും തെരുവുനായ ശല്യം പരിഹരിക്കാൻ ഷെൽട്ടറുകൾ സ്ഥാപിക്കുമെന്നും നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്കായി പിങ്ക് ടോയ്ലറ്റുകൾ സ്ഥാപിച്ച് അവ ശരിയായി പരിപാലിക്കുമെന്നും മേയർ പറഞ്ഞു. കോർപ്പറേഷനിലെ 56 കൗൺസിലർമാരുമായി ചർച്ച ചെയ്ത് മാത്രം പദ്ധതികൾ നടപ്പിലാക്കൂ എന്നും മേയർ പറഞ്ഞു. തൃശൂർ നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിലെ ജനങ്ങൾ ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ വിജയിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വിശ്വാസം, പ്രതീക്ഷ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു ഭരണം കാഴ്ചവെക്കും. അതിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. തൃശ്ശൂരിന്റെ നഗരത്തിന്റെ വികസനം തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും മുൻഗണനയിലുള്ള കാര്യം. ആദ്യം തന്നെ ഞങ്ങളെ UDF-നെ ഇത്ര വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച നഗരവാസികളോട് ഹൃദയം നിറഞ്ഞ നന്ദി പറയും. കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് തൃശ്ശൂർ കണ്ടൊരു വ്യക്തി വീണ്ടും 10 കൊല്ലത്തിന് ശേഷം തൃശ്ശൂർ കാണുകയാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഡെവലപ്മെന്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷത്തെ ഡെവലപ്മെന്റ്സിന്റെ അല്ലെങ്കിൽ വികസനത്തിന്റെ പോരായ്മ നികത്താൻ വേണ്ടിയിട്ട് തൃശ്ശൂർ അറ്റ് 2075 എന്ന വിഷൻ മുന്നിൽ കണ്ടുകൊണ്ട്, അതായത് 50 വർഷത്തെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് തൃശൂർ ഡെവലപ്മെന്റ് കോൺക്ലേവ് ഞങ്ങൾ സംഘടിപ്പിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. ആ കോൺക്ലേവിൽ തൃശ്ശൂരിന്റെ എല്ലാ മേഖലയിലുമുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് ആരോഗ്യം, വിദ്യാഭ്യാസം, ബിസിനസ്, ഫൈനാൻസ്, യൂത്ത് ആൻഡ് വിമൺ, അങ്ങനെ എല്ലാ വിഭാഗം ആളുകളെ, മാധ്യമപ്രവർത്തകരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡെവലപ്മെന്റ് കോൺക്ലേവ് സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്നും പൊതു മധ്യത്തിൽ നിന്നും എല്ലാ എക്സ്പേർട്സിന്റെയും ഒപ്പീനിയൻ ഉൾപ്പെടുത്തിക്കൊണ്ട് 2075 നമ്മുടെ തൃശ്ശൂർ എങ്ങനെയായിരിക്കണം എന്ന സ്വപ്നം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഡെവലപ്മെന്റ് കോൺക്ലേവ് നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡേറ്റ് കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. രണ്ടാമതായിട്ട് കോർപ്പറേഷന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെ കുറിച്ച് ഒരു ധവളപത്രം പുറത്തിറക്കുന്നതായിരിക്കും. ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകൾ, അതിനുള്ള അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം പൂർത്തീകരിക്കാൻ വേണ്ടി അതത് പ്രദേശത്തെ കൗൺസിലേഴ്സും അതത് പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥ സ്ക്വാഡിനെ ഏൽപ്പിച്ചുകൊണ്ട് ദൈനംദിന പ്രവർത്തനങ്ങൾ പോലെ തന്നെ ഈ സ്ക്വാഡ് വന്ന് ഇത് പരിശോധിച്ച് വേണ്ട അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം, അതൊരു ഓൺഗോയിങ് പ്രോസസ് എല്ലാ ദിവസവും നടത്താൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ നഗരം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് തെരുവു നായ്ക്കളുടെ ശല്യമാണ്. തെരുവു നായ്ക്കളുടെ ശല്യം അല്ലെങ്കിൽ തെരുവു നായ്ക്കളുടെ കടി അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രമാത്രം കഷ്ടപ്പാടാണ് ആ കുടുംബത്തിനുള്ളത്, എത്രമാത്രം എക്സ്പെൻസ് ആണ് വരുന്നത്, മറ്റു ബുദ്ധിമുട്ടുകൾ വേറെ. അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി തെരുവു നായ്ക്കൾക്കായി ഒരു ഷെൽട്ടർ ഉണ്ടാക്കും. തെരുവു നായ്ക്കളുടെ ABC പദ്ധതി അത് കാര്യക്ഷമമായി നടപ്പിലാക്കും. ABC പദ്ധതി നടപ്പിലാക്കിയ തെരുവു നായ്ക്കളെ, ഷെൽട്ടറിലുള്ള നായ്ക്കളെ പുറത്തേക്ക് വിടാൻ അനുവദിക്കില്ല. അപ്പൊ ആ ഒരു പ്രശ്നത്തിന് ഇപ്പോ നിലവിലുള്ള സിസ്റ്റത്തിന്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് അതിനുള്ള
പരിപാടികൾ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഷെൽട്ടർ നിർമ്മിക്കുക എന്നുള്ളതാണ്. പിന്നെ ജനങ്ങളുടെ പരാതി കേൾക്കുന്നതിനായി, പരിഹരിക്കുന്നതിനായി നമ്മളൊരു അദാലത്ത് സംഘടിപ്പിക്കും. അദാലത്ത് സംഘടിപ്പിച്ച് എത്രയും വേഗം അതിനുള്ള പരിഹാരം കാണുന്നതായിരിക്കും. നഗരസഭയുടെ സൗന്ദര്യവൽക്കരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഈ പറഞ്ഞ പോലെ കോൺക്ലേവിൽ ഡിസ്കസ് ചെയ്തിട്ട് അതിന് വേണ്ട നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണം വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഭക്ഷ്യസുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ നിലവിലുള്ള ഹോട്ടലുകളുടെ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. നിയമാനുസൃതമായി ഗ്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ സുരക്ഷിതമായി നമുക്ക് ഭക്ഷണം കഴിക്കുവാനും അതുപോലെ അവിടെയുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, വാഷ്റൂംസ്, അതിൻ്റെ ഒക്കെ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സ്ത്രീകൾ ടൗണിൽ വരികയാണെങ്കിൽ സ്ത്രീകൾക്കായി നമുക്കറിയാം ഒരു ടോയ്ലറ്റ് സംവിധാനം വൃത്തിയുള്ളത് ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പിങ്ക് വാഷ്റൂംസ്, സ്ത്രീകൾക്ക് വേണ്ടി പിങ്ക് വാഷ്റൂംസ് നമ്മുടെ തൃശ്ശൂർ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസിറ്റ് പോയിന്റുകളിലും മാർക്കറ്റുകളിലും ഞങ്ങൾ സ്ഥാപിച്ചാൽ മാത്രം പോലെ നമുക്കറിയാം വാഷ്റൂമിൻ്റെ പ്രത്യേകത അതിൻ്റെ മെയിൻ്റനൻസ് ആണ്. അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒരു ഡോക്ടർ എന്ന നിലയിൽ, ഗൈനക്കോളജിസ്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അത് ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകും. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അവരുടെ ആരോഗ്യം. ക്രിസ്മസ് ആഘോഷത്തിനിടയിൽ നടന്ന അതിക്രമ സംഭവങ്ങളിൽ മുറിവേറ്റത് ഭാരതത്തിന്റെ ആത്മാവിന് തന്നെയാണെന്ന് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അഭിപ്രായപ്പെട്ടു. ക്രിസ്മസ് ആഘോഷത്തിനെതിരെ രാജ്യമെങ്ങും നടന്ന അതിക്രമങ്ങൾക്കെതിരെ തൃശൂർ അതിരൂപത സംഘടിപ്പിച്ച പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാർ ആൻഡ്രൂസ് താഴത്ത്. ഈ അതിക്രമത്തിന്റെ സന്ദർഭങ്ങളിൽ പ്രധാനമന്ത്രി സ്വീകരിക്കുന്ന അർത്ഥഗർഭമായ മൗനമാണ് ക്രൈസ്തവ സമൂഹത്തെ വേദനിപ്പിക്കുന്നതെന്ന് CBCI പ്രസിഡന്റ് കൂടിയായ അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിരൂപത സഹായ മെത്രാൻ ബിഷപ്പ് മാർ ടോണി നീലങ്കാവിൽ അധ്യക്ഷനായിരുന്നു. പുൽക്കൂടുകൾക്ക് വാതിലുകളില്ല, ഏവരെയും ഉൾക്കൊള്ളാനുള്ള സമൂഹമാണ് ക്രൈസ്തവരെന്ന് അദ്ദേഹം പറഞ്ഞു. കൽദായ സഭ മെത്രാപ്പൊലിത്ത മാർ ഔഗിൻ കുര്യാക്കോസ് അഭിസംബോധന ചെയ്തു. ക്രിസ്മസ് ആഘോഷിക്കണ്ടെന്ന് പറയുന്നവർ രാജ്യത്ത് ശാന്തിയും സമാധാനവും സ്നേഹവും നിലനിൽക്കണമെന്ന് ചിന്തിക്കുന്നവരാണെന്ന് അദ്ദേഹം പറഞ്ഞു. പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ് ജോബി കാക്കശ്ശേരി, പ്രൊഫസർ KM ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. ഏകോപന സമിതി സെക്രട്ടറി ഷിൻജോ മാത്യു പ്രതിഷേധ പ്രമേയം അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം, A ആന്റണി, KC ഡേവിസ്, AD ഷാജു, കരോളിൻ ജോഷുവ, ജെയിംസ് ആഴ്ചകാടൻ, ജോർജ് ചിറമൽ, പ്രൊഫസർ ജോർജ് അലക്സ് എന്നിവർ നേതൃത്വം നൽകി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ, ക്രൈസ്തവർക്കെതിരെ നടന്ന പലതരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ ഈ തൃശ്ശൂരിൻ്റെ മണ്ണിൽ നിന്ന് തന്നെ നമ്മുടെ വേദന അറിയിക്കാനാണ്, പ്രതിഷേധം അറിയിക്കാനാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജോഷി മാസ്റ്റർ അതിൻ്റെ ഒരു ലിസ്റ്റ് ഇപ്പോൾ തന്നെ അവതരിപ്പിച്ചു. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇങ്ങനെയുള്ള ആ റിപ്പോർട്ട് ലഭിച്ച ഉടനെ തന്നെ CBCI പ്രസിഡന്റ് എന്ന നിലയിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുമ്പിൽ, ഭാരതത്തിൻ്റെ എല്ലാ നേതാക്കന്മാരുടെയും, പ്രസിഡന്റിൻ്റെയും പ്രധാനമന്ത്രിയുടെയും ഹോം മിനിസ്റ്ററുടെയും എല്ലാവർക്കുമായി CBCI പ്രസിഡന്റ് ഒരു വേദന അറിയിച്ചുകൊണ്ടുള്ള കത്ത് എഴുതുകയുണ്ടായി. ഞാനത് ആവർത്തിക്കുകയാണ്. ഞാനത് ഇവിടെ വീണ്ടും എന്താണെന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജോഷി മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ക്രിസ്മസ് കരോൾ പാടില്ല, കൃപ വയ്ക്കാൻ പാടില്ല, പള്ളികളിലും സ്ഥാപനങ്ങളിലും ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നടത്താൻ പാടില്ല. ഇനി ക്രിസ്മസിൻ്റെ കരോളിൻ്റെ തൊപ്പിയും വേഷവിധാനങ്ങളും കച്ചവട സ്ഥലങ്ങളിൽ പോലും വിൽക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ തീവ്രവാദ മനോഭാവത്തോടെ ക്രിസ്മസ് ആഘോഷങ്ങൾക്കും ക്രൈസ്തവർക്കുമെതിരെ നടന്ന അതിക്രമങ്ങൾക്ക് നമ്മൾ ഇവിടെ വേദന അറിയിക്കുകയാണ്. എന്താണ് ക്രിസ്ത്യാനിയുടെ മാർഗം? മഹാത്മാഗാന്ധി
ഇന്ദിരാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഗാന്ധിജിയുടെ പേര് മാറ്റിയതിൽ പ്രതിഷേധിച്ച് മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജിയുടെ ഫോട്ടോ സൗജന്യമായി വിതരണം ചെയ്ത് പ്രതിഷേധിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ണുത്തി മണ്ഡലം പ്രസിഡന്റ് ME മുത്തുവിന്റെ അധ്യക്ഷതയിൽ DCC എക്സിക്യൂട്ടീവ് മെമ്പർ KC അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി VV ജോബി, ജോണി അരിമ്പൂർ, RA ബാവ, KK കാസിം, സഫിയ നിഷാദ്, ഫിലോമിന ജോസ്, റംലത്ത് KH, ജോയ് KG, പ്രദീപ് VS തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സർക്കാരിൻ്റെ തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും ഒക്കെ ആരംഭം കുറിച്ച പ്രിയങ്കരനായ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേരിൽ തുടങ്ങിവെച്ച മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കഴിഞ്ഞ 10-11 വർഷമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് എങ്ങനെയാണ് ഈ പദ്ധതിയെ ഇല്ലാതാക്കുവാൻ സാധിക്കുക എന്ന് പഠനം നടത്തിയ അവസാനം രാജ്യത്തെ ഇത്തരമൊരു പദ്ധതി പ്രിയങ്കരനായ മൻമോഹൻ സിംഗ് ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കാശ് അല്ലെങ്കിൽ ധനം എന്ന് പറയുന്നത് രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ 100 തൊഴിൽ ദിനങ്ങൾ ഒരു കാലത്തും ഗവൺമെൻറ്റിൻ്റെ ജോലി ലഭിക്കാത്ത ആളുകൾക്ക് സർക്കാർ പെരിങ്ങാവ് ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിലെ സ്വർഗവാതിൽ ഏകാദശി വർണ്ണാഭമായി. രാവിലെ ക്ഷേത്രത്തിനകത്തെ താന്ത്രിക ചടങ്ങുകൾക്ക് ശേഷം ഭക്തർക്കായി മുക്കുടി നിവേദ്യം നൽകി. രാവിലെ നടന്ന കാഴ്ചശീവേലിക്ക് ചേറൂർ രാജപ്പ മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി പൂമഴ പെയ്തു. ഉച്ചയ്ക്ക് നടന്ന ഏകാദശി ഊട്ടിൽ നിരവധി പേർ പങ്കെടുത്തു. ഏകാദശി ആഘോഷങ്ങൾ നാളെ ദ്വാദശി ഊട്ടോടെ സമാപിക്കും.
കരുതി. പക്ഷേ കുതിരാൻ തുരങ്കമുഖം വൻ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി. കുതിരാനിൽ നിർമ്മിച്ചിട്ടുള്ള ഇരട്ടക്കുഴൽ തുരങ്കമുഖത്തെ പ്രദേശം അതിമനോഹരമാകുമെന്ന് കരുതിയെങ്കിലും തെറ്റി. നിലവിൽ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. തുരങ്കമുഖം പടിഞ്ഞാറ് ഭാഗത്ത് റോഡിന് ഇരുഭാഗത്തും വൻതോതിൽ മാലിന്യമാണ് തള്ളിയിരിക്കുന്നത്. മദ്യക്കുപ്പികൾ, പ്ലാസ്റ്റിക് തുണിത്തരങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, ശുചിമുറി മാലിന്യം തുടങ്ങിയ എല്ലാത്തരം മാലിന്യങ്ങളും ഇവിടെയുണ്ട്. പാണഞ്ചേരി പഞ്ചായത്ത് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ കർശന നടപടിയെടുക്കുന്ന സാഹചര്യത്തിലാണിത്. 2 വർഷത്തോളമായി ഈ പ്രവണത തുടങ്ങിയിട്ട്. പലതവണ മാലിന്യമിട്ട ആളുകളെ തിരിച്ചറിഞ്ഞ് പിഴ ഈടാക്കിയിട്ടുണ്ടെങ്കിലും ഇതിന് ഒരു അവസാനമായിട്ടില്ല. ദേശീയപാത അതോറിറ്റി സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കാത്തതാണ് പ്രധാന കാരണം. രൂക്ഷമായ ദുർഗന്ധമാണ് മേഖലയിൽ പലപ്പോഴും ഉള്ളത്. ഇവിടെയുള്ള മാലിന്യം മുഴുവൻ കലങ്ങി ഒഴുകി ചെല്ലുന്നത് പീച്ചി റിസർവോയറിലേക്കാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ് ഇത് ഉയർത്തുന്നത്. തൃശൂർ റൂറൽ ജില്ലയിലെ സ്കൂൾ, കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകളുടെ അവലോകന യോഗം സംഘടിപ്പിച്ചു. കേരള സംസ്ഥാന പ്ലാൻ ഫണ്ടിൽ നിന്നും തൃശൂർ റൂറൽ പോലീസ് ജില്ലയ്ക്ക് അനുവദിച്ച തുക വിനിയോഗിച്ചാണ് യോഗം സംഘടിപ്പിച്ചത്. കേരള സംസ്ഥാന പ്ലാൻ ഫണ്ടിൽ നിന്നും തൃശൂർ റൂറൽ പോലീസ് ജില്ലയ്ക്ക് അനുവദിച്ച തുക വിനിയോഗിച്ച് തൃശൂർ റൂറൽ പോലീസ് ജില്ലയിലെ പ്ലേ സ്കൂൾ മുതൽ കോളേജ് തലം വരെയുള്ള സ്ഥാപനങ്ങളിലെ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകളുടെ അവലോകന യോഗങ്ങൾ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകർ, ഹെഡ്മാസ്റ്റർ, ഹെഡ്മിസ്ട്രസ്, പ്രിൻസിപ്പൽ, PTA പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ സുരക്ഷയുടെ നോഡൽ ഓഫീസറായ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ബിജോയ് PR, ഡിവൈഎസ്പിമാരായ VK രാജു, ബിജുകുമാർ എന്നിവരും തൃശൂർ റൂറൽ പോലീസ് ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും SHOമാരും പങ്കെടുത്തു. പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ ഇനിയും ഒഴുകും മാനവ സ്നേഹത്തിൻ ജീവവാഹിനിയായി എന്ന സപ്തദിന സഹവാസ ക്യാമ്പ് തൃശൂർ മോഡൽ ഗേൾസിൽ പ്രധാനാധ്യാപിക ബിന്ദു KP ഉദ്ഘാടനം ചെയ്തു. നാഷണൽ സർവീസ് പ്രോഗ്രാം ഓഫീസർ റെജോ ജോസ് അധ്യക്ഷത വഹിച്ചു. ഹരിത കർമ്മ സേനാംഗമായ ലതാ കുമാരി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നാഷണൽ സർവീസ് സ്കീം വളണ്ടിയേഴ്സ് അദ്വൈത്, ആരതി, ഘനശ്യാം എന്നിവരുടെ നേതൃത്വത്തിലാണ് ഹരിതകർമ്മ സേനാംഗങ്ങളെ തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് ആദരിക്കുന്ന ചടങ്ങ് നടന്നത്. ജില്ലയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങിലൂടെയാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. തൃശൂർ കോർപ്പറേഷനിലെ ഹരിതകർമ്മ സേനാംഗങ്ങളായ ലളിത, ലതാ കുമാരി, ബിന്ദു, രമണി എന്നിവരെ തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിന്റെ പ്രധാനാധ്യാപിക ബിന്ദു KPയും നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ റെജോ ജോസും ചേർന്ന് പൊന്നാട അണിയിച്ച് ആദരിച്ചു. നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഫലകങ്ങൾ സമ്മാനിച്ചു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിലെ പരിസര ശുചീകരണത്തോടെ ആരംഭിച്ച ക്യാമ്പ് പച്ചക്കറിത്തോട്ടം നിർമ്മാണവും പൂർത്തീകരിച്ചാണ് അവസാനിപ്പിച്ചത്. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടത്തിയ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയുടെ സീറ്റ് നഷ്ടപ്പെടുത്തിയതായി പരാതി. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ മരത്താക്കര 10ാം ഡിവിഷനിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആദ്യം നിശ്ചയിച്ച റോജി ജോസിനെയാണ് മാറ്റി പകരം പ്രിൻസി അക്കരപ്പുറത്തിനെ മത്സരിപ്പിച്ചത്. DCC പ്രസിഡന്റിന്റെ അനുമതിയോടെയും സ്ഥാനാർത്ഥി പട്ടികയിൽ പേര് ഉൾപ്പെടുത്തിയതിനാലും റോജി ഡിവിഷനിലെ വീടുകൾ തോറും കയറിയിറങ്ങിയും ഫ്ലക്സുകൾ സ്ഥാപിച്ചും വോട്ട് അഭ്യർത്ഥന നടത്തുന്നതിനിടയിലാണ് റോജിയുടെ സീറ്റ് നഷ്ടപ്പെടുത്തി പകരം മറ്റൊരാൾക്ക് സീറ്റ് കൈമാറിയത്. തങ്ങളെ അറിയിച്ചതെന്നും ഇതിനു പിന്നിൽ UDFിലെ മുതിർന്ന ഫ്ലക്സുകൾ സ്ഥാപിച്ചും വോട്ട് അഭ്യർത്ഥന നടത്തുന്നതിന് ഇടയിലാണ് റോജിയുടെ സീറ്റ് നഷ്ടപ്പെടുത്തി പകരം മറ്റൊരാൾക്ക് സീറ്റ് കൈമാറിയത് തങ്ങളെ അറിയിച്ചതെന്നും ഇതിനു പിന്നിൽ UDFിലെ മുതിർന്ന നേതാക്കളാണെന്നും ഇതുമൂലം തനിക്കും കുടുംബത്തിനും മാനക്കേടുണ്ടായതായും റോജിയുടെ പിതാവ് ജോർജ് കല്ലൂക്കാരൻ പുല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ മരത്താക്കര 10ാം നമ്പർ ഡിവിഷനിൽ നിന്ന് എൻ്റെ മകൾ റോജി ജോസിന്റെ DCC പ്രസിഡന്റ് തീരുമാനിച്ച് ലെറ്റർ തന്നു. 17/11/25 റോജി ജോസിന് മരത്താക്കര ഡിവിഷൻ അനുവദിച്ച് തന്ന രേഖ എല്ലാവരുടെ മൊബൈൽ ഫോണിലും വന്നു, ലെറ്ററായിട്ടും കിട്ടി പോന്നു. പോയി വർക്ക് ചെയ്തവൻ പറഞ്ഞു വിട്ടതാണ്. 17-ാം തീയതി മുതൽ 18-ാം തീയതി മുതൽ വർക്ക് ചെയ്ത് 20-ാം തീയതി രാത്രി 11:15
ജോണി ചെറിയത്ത് വിളിച്ച് പറയുന്ന ആള് മാറാനുള്ള സാധ്യത കാണാണ്ട് മുറുകി പിടിച്ചോളോ പിന്നാക്ക പോകണ്ടെന്ന് പറഞ്ഞു. അതുപോലെ മുറുകി പിടിച്ചു. അങ്ങനെ ഞാൻ എഴുതി കൊണ്ടുവന്ന് വായിച്ചു പോരാം. 20-ാം തീയതി രാത്രിയാണ് എനിക്ക് മൊബൈൽ ഫോൺ വരുന്നത്. രാത്രി പറഞ്ഞ കാലിന് മകൾക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എനിക്കാണെങ്കിൽ ഹാർട്ട് അറ്റാക്കോളൊരു ആളാണ് ഞാൻ. വളരെ വർഷങ്ങൾക്ക് മുമ്പും ഇടയ്ക്കിടയ്ക്കും ICUയിൽ പോയി കിടക്കലുള്ള ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് നേരെ വെളുക്കുന്നതിന് മുമ്പ് അറ്റാക്ക് വന്ന് മരിക്കാവുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ഞാൻ 60 വർഷത്തിന് മേലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണ്. പുത്തൂർ മണ്ഡലം നീണ്ട കാലം വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഒല്ലൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു. കഴിഞ്ഞ വർഷം വരെ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു. അത്രമാത്രം പ്രവർത്തിക്കുന്നു. പാർട്ടിയില് നല്ല പ്രവർത്തനമായി കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഇത് സംഭവിച്ചു കഴിഞ്ഞു. പിറ്റുന്ന വേറെ ആൾ നോമിനേഷൻ പ്രിൻസി അക്കരപ്പുറം നോമിനേഷൻ കൊടുക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ വർക്ക് ചെയ്ത് അങ്ങനെ ഒരു 24-ാം തീയതി നോമിനേഷൻ പിൻവലിക്കാൻ വേണ്ടിയിട്ട് ജൈജു സബാസ്റ്റിനും ബ്ലോക്ക് ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി ജൈജു സബാസ്റ്റിനും പുത്തൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീനിവാസ് സുബ്രഹ്മണ്യനും കൂടെ കുറെ പേരും കൂടി വീട്ടിൽ വന്ന് അവർ കാല് പിടിച്ച് കുറെ മാപ്പ് അപേക്ഷിച്ച് ഞങ്ങളെ കൊണ്ട് പിൻവലിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ പാർട്ടിക്ക് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഇതുവരെ എൻ്റെ കുടുംബങ്ങളും എൻ്റെ മാതാപിതാക്കളും ഞങ്ങളുടെ കുടുംബം പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ട കുടുംബമായതുകൊണ്ടും പാർട്ടി ജയിക്കാൻ വേണ്ടിയും ഈ വട്ടം പഞ്ചായത്ത് പിടിക്കാൻ വേണ്ടി പുത്തൂർ പഞ്ചായത്ത് ഭരണം പിടിക്കുവാനും ഞങ്ങളുടെ വാർഡിൽ UDF ജയിക്കുന്നതിന് വേണ്ടിയും മകളെ കൊണ്ട് പിൻവലിപ്പിച്ചു. അങ്ങനെ മാനസികമായി കുറെ വേദന വന്നു. കുടുംബത്തിനും എനിക്കും ഞങ്ങളുടെ കുടുംബത്തിനും മകൾക്കും വളരെയധികം മാനസികമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളോട് വിവരിച്ച് തന്നിട്ടില്ല. ഞങ്ങളോട് വേറെ ഒന്നും ആവശ്യപ്പെട്ടുണ്ടായില്ല. ഞങ്ങളോട് മാറാൻ ആരും എന്തുകൊണ്ട് മാറ്റിയ എന്താ കാരണം ഇതുവരെ ഒരാൾ പറഞ്ഞു. മഹാകവി കുമാരനാശാനെ കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യ ഡോക്യുമെന്ററി ജനുവരി 4-ന് 10 മണിക്ക് തൃശൂർ രാംദാസ് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുമെന്ന് ഡോക്ടർ M. ജ്യോതിരാജ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നവോത്ഥാന പിന്നടക്കത്തിന്റെയും പുനരുദ്ധാരണത്തിന്റെയും ഈ കാലത്ത് ഒരു സാംസ്കാരിക ദൗത്യം എന്ന നിലയിൽ നിർമ്മിച്ച ഡോക്യുമെന്ററി സാവേരി ക്രിയേഷൻസ് ആണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏതാനും ആശാൻ കവിതകളുടെ ദൃശ്യാവിഷ്കാരം ഈ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ചെറിയാൻ ജോസഫ്, ഡോക്ടർ V. പ്രദീപൻ, VS ഗിരീശൻ, M. രാകേഷ് എന്നിവർ പങ്കെടുത്തു. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോട് കൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും
ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റി ജനുവരി 1 രാവിലെ 9:30 തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ മുതൽ ടൗൺ ഹാൾ വരെ ലഹരി വിരുദ്ധ റാലി നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെറുക്കാം ലഹരിയെ, സ്നേഹിക്കാം ജീവിതത്തെ എന്ന ആപ്തവാക്യം ജനങ്ങളിൽ എത്തിക്കുകയാണ് റാലിയുടെ ലക്ഷ്യമെന്നും അശരണർക്ക് ഒരു കൈത്താങ് എന്ന മുദ്രാവാക്യം ഉയർത്തി റാലി സമാപിക്കുമെന്നും സെക്രട്ടറി ഇന്ദ്രപാൽ തോട്ടത്തിൽ, ജില്ലാ പ്രസിഡന്റ് പ്രസാദ് കിഴക്കൂട്ട്, PA തോമസ് എന്നിവർ അറിയിച്ചു. കോരംകുളം മഹാവിഷ്ണു ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സ്വർഗവാതിൽ ഏകാദശി ആഘോഷിച്ചു. മേൽശാന്തി ശക്തിപ്രസാദ് തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. സമ്പൂർണ്ണ നെയ്വിളക്കും ഉണ്ടായിരുന്നു. ആചാര്യ ജയശ്രീ ടീച്ചറുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം ഉണ്ടായിരുന്നു. ചുറ്റുവിളക്ക് ദീപാരാധനയ്ക്ക് ശേഷം സമസ്താപരാധ പ്രായശ്ചിത്ത പ്രാർത്ഥന, നാമജപ പ്രദക്ഷിണം, ഉച്ചയ്ക്കും രാത്രിയും ഗോതമ്പ് കഞ്ഞി, പുഴുക്ക്, കാളൻ, അച്ചാർ എന്നിവയോട് കൂടി ഏകാദശി ഊട്ടും ഉണ്ടായിരുന്നു. പ്രമുഖ സർക്കസ് സ്ഥാപനങ്ങൾക്ക് പോലും കാണികളില്ലെന്നിരിക്കെ പഴയകാല നാടൻ സർക്കസ് കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ എത്തിയിരിക്കുന്നു. കർണാടക സ്വദേശികളായ ഒരു കുടുംബമാണ് തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള ഗ്രൗണ്ടിൽ എത്തിയിരിക്കുന്നത്.
നെട്ടിശ്ശേരി ഹോളി ഏഞ്ചൽസ് യൂണിറ്റിലെ ചെറിയത്ത് മഞ്ഞയിൽ വറീദ് ജോസ് നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. മൂർക്കരക്കര സജി ഫാബ്രിക്സിൽ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി വാർഷിക ക്ലിയറൻസ് സെയിൽ. ഡിസംബർ 1 മുതൽ 25 വരെ. മനം നിറയുന്ന വസ്ത്രങ്ങൾ കൈ നിറയെ വാങ്ങാനുള്ള അവസരം. യഥാർത്ഥ ഡിസ്കൗണ്ട് സെയിലിന്റെ വിശ്വാസം നേരിട്ടറിയൂ. ടോപ്പ്, കുർത്തീസ്, ഷർട്ട്, കിഡ്സ് വെയർ എന്നിവയുടെ ക്ലിയറൻസ് സെയിൽ. സാരി, റണ്ണിംഗ് മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ്, സ്പോർട്സ് വെയർ തുടങ്ങി ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഒരു കുടക്കീഴിൽ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ഫോൺ 7306743585. വാർത്തകളിലേക്ക്. കാപ്പ നിയമ ലംഘനം നടത്തിയ പ്രതി ഒല്ലൂർ പോലീസിന്റെ പിടിയിൽ. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച നടത്തറ കൊഴുക്കുള്ളി സ്വദേശി കളപ്പുരയ്ക്കൽ വീട്ടിൽ ഇതിഹാസിനെയാണ് ഒല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ ER ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 6 മാസത്തേക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ കഴിഞ്ഞ ദിവസം ഉത്തരവ് ലംഘിച്ചതിനാലാണ് ഇതിഹാസിനെ കുട്ടനല്ലൂർ ഹൈലൈറ്റ് മാളിന് സമീപത്തു നിന്നും അറസ്റ്റ് ചെയ്തത്. പിടിയിലായ ഇതിഹാസ് മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ 2 വധശ്രമ കേസും 2 അടിപിടി കേസും ഉൾപ്പെടെ 4 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. പെരിഞ്ഞനത്ത് വാഹനങ്ങൾ കൂട്ടിയിടിച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് ആക്രമണം. സ്റ്റേഷൻ റൌഡി വെങ്കിടി സുനിൽ അടക്കം 4 പേർ റിമാൻഡിൽ. വാഹനങ്ങൾ കൂട്ടിയിടിച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നുള്ള ആക്രമണത്തിൽ 6 പേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം വെങ്കിടങ്ങിൽ വീട്ടിൽ വെങ്കിടി സുനിൽ എന്ന് വിളിക്കുന്ന സുനിൽ, ആഷിഖ്, ഹംസ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. റോഡിലെ തർക്കത്തിനിടെ സുനിൽ ഇരുമ്പ് വടികൊണ്ട് മഹേഷിനെയും സുഹൃത്തുക്കളായ ആഷിഖ്, നഹാസ് എന്നിവരെയും മർദ്ദിക്കുകയും മൻസൂർ, ആഷിഖ്, ഹംസ എന്നിവർ ചേർന്ന്
സുനിലിനെ തിരിച്ചാക്രമിക്കുകയും ചെയ്ത സംഭവത്തിലാണ് പ്രതികളെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 50 വർഷത്തെ വികസനം മുന്നിൽ കണ്ട് തൃശൂർ ഡെവലപ്മെന്റ് കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് തൃശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളിൽ മുറിവേറ്റത് ഭാരതത്തിന്റെ ആത്മാവിനാണെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ഗാന്ധിജിയുടെ പേര് മാറ്റിയതിൽ മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചു. കുതിരാൻ ഇരട്ട തുറമുഖം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. സ്ഥിതി ഗുരുതരമാകുമെന്ന് അധികൃതർ ഇടപെടണമെന്ന ആവശ്യം. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.